അയ്യോ വലിക്കല്ലേ, കമ്പ്യൂട്ടർ സ്പൈഡർമാൻ. ഇത് ഞങ്ങൾ സ്പൈഡർമാനാണ് ഗൈസ്. ഇതൊക്കെ ഇട്ട് ഞങ്ങള് സ്കൂളിൽ പോകൂട്ടാ. ഭയങ്കര ക്ഷമ വേണം കുഞ്ഞ്, നമുക്ക് ക്ഷമ. പഠിക്കോ മഴക്കാലത്ത് തുണികളൊക്കെ അലക്കി ഉണക്കി എടുക്കാന്ന് വെച്ചാൽ അതുപോലെ റിസ്ക് പിടിച്ചൊരു പരിപാടി വേറെ ഇല്ല. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി മുറ്റമുള്ള ആൾക്കാർക്കൊക്കെ തുണി ഉണക്കി എടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുറ്റം ഒത്തിരി ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നമുക്ക് തുണി ഉണക്കി എടുക്കാൻ വെയിൽ വേണമല്ലോ. അതില്ലാണ്ട് പിന്നെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം. അപ്പം ദാ നമ്മുടെ ഒരു മുറി തുണികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കട്ടിൻ്റെ മേലിൽ ഞാൻ ദാ തുണി വിരിക്കണ സ്റ്റാൻഡ് പൊക്കി വെച്ച് 2 അഴയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ തുണിയൊക്കെ വിരിക്കണത്. അപ്പോൾ ദാ ചെറിയൊരു വെയിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ വെയിൽ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. മഴ വരും, തൊട്ട് പുറകെ വെയിൽ വരും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം എടുത്ത് പുറത്ത് വെച്ചു, പിന്നെ എടുത്ത് അകത്ത് വെച്ചു. അവസാനം എനിക്ക് മതിയായി, ഞാൻ കരുതി അവിടെ തന്നെ ഇരിക്കട്ടെ, ഇവിടെ ഇരുന്ന് ആ ഫാനും ഇട്ട് കൊടുത്ത് രാത്രിത്തെ കാറ്റ് കൊണ്ടൊക്കെ ഉണങ്ങട്ടെ. ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. പിന്നെ കംഫോർട്ട് സ്റ്റിഫും ഒക്കെ മുക്കി അലക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബാഡ് സ്മെല്ലൊന്നും നമ്മുടെ റൂമിൽ ഉണ്ടാവില്ല. നല്ല മണമാണ് മുറിയിലൊക്കെ. അപ്പോൾ ഒരു പൊട്ട മണം ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക്, ആ ഒരു നനഞ്ഞ തുണിയുടെ ഒരു ചീമണമില്ല, അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മുറിയിലാണ് നമ്മൾ കിടക്കണേ കേട്ടോ. അപ്പോൾ നമ്മളോട് ഹോം ടൂർ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എന്തായാലും ചെയ്യാം. അപ്പോൾ നമുക്കിതാ ഇന്ന് നമ്മൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ, ഡേ ഇൻ മൈ ലൈഫിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം ക്ലിയർ ആണ്, എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് എൻ്റെ മക്കളും ഞാനും കൂടി ഇരുന്ന്, നമുക്ക് വലിയ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയാലോ, സാധാരണ വീടാണ്. അപ്പോൾ ഒതുങ്ങിയിരുന്ന ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീട്ടിലെ 2 മുറി. അപ്പോൾ ഒരു മുറി ഇപ്പം നിറച്ച് നമ്മൾ തുണിയൊക്കെ വിരിച്ചിട്ടിരിക്കുകയാണ്. വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ. ആ മുറിയിൽ നമ്മൾ ആരും കിടക്കില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന മുറിയിൽ ആരും അങ്ങനെ കിടക്കലില്ല. ഇടയ്ക്ക് ഞാൻ പോയി എഡിറ്റ് ചെയ്യാനിരിക്കുന്നല്ലാണ്ട് അങ്ങനെ കിടക്കലില്ല. കുട്ടികളുടെ ബുക്ക്, ബാഗ്, അതുപോലുള്ള തുണികൾ, സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഈ മുറിയിൽ ഈ അലമാരിയും ഈ ഒരു കട്ടിലോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. അപ്പോൾ വെയിൽ കണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ ജനലൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. മഴ സമയത്ത് ഈ ജനൽ തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് കാറ്റുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ചാറ്റലടിച്ച് ഇങ്ങോട്ട് കയറും. അപ്പോൾ അത് നമുക്ക് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെമ്മീൻ ശരിയാക്കി എടുക്കണം. ചെമ്മീൻ ചക്കക്കുരു കൊണ്ടിട്ടൊരു മെഴുക്ക് പുരട്ടി റെഡിയാക്കി എടുക്കണം. ചെമ്മീനും മാങ്ങയും കൂടി ചാറ് വെക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ നമുക്കത് 2-3 ദിവസത്തേക്കുള്ള കാര്യങ്ങളാണ്. ഒന്ന് നമുക്ക് ചക്ക വെറുതെ തിന്നാം. പിറ്റേ ദിവസം നമ്മൾ ചക്ക വെച്ച് വല്ല ചക്കപ്പൊരിയോ ചക്കടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. പിന്നെ നമുക്ക് പണിയുള്ളത് ചക്കക്കുരുമേലാണല്ലേ. അപ്പം അങ്ങനെ പണി ഉണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പം ചെമ്മീൻ മേടിക്കണം. ചക്ക മേടിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കുറച്ച് കുരു എടുത്തിട്ട് പണ്ട് അമ്മ വെക്കണ പോലെ വെക്കണം. അമ്മ വെക്കണ രുചിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ആ രുചിയൊക്കെ അമ്മ പോയപ്പോഴേ കൂടെ പോയതാണ്. എന്നാലും അതേപോലെയൊക്കെ ഒന്ന് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് വലിയ ചെമ്മീനാണ്. എന്നും ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയില്ലായിരുന്നു മാർക്കറ്റിൽ നിന്ന്. തിരക്കായിരുന്നു, മഴ കാരണം ആളുണ്ടായിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞു. ചെമ്മീൻ ആണൂട്ടാ. ഞങ്ങൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ല എന്നമ്മേ, ഞങ്ങൾ ജോക്കൂട്ടിന് അംഗനവാടിയിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചു. ഒരു ഭയങ്കര മഴയത്താണ് ഞങ്ങൾ പോയി മേടിച്ച. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ മഴയായിരുന്നു, അവിടെ ചെന്നപ്പോ മഴ ഉണ്ടായില്ല. പക്ഷെ എന്നാലും നമുക്ക് വീഡിയോ അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന് വീഡിയോ എടുക്കാം, അത്ര തിരക്കാ. അപ്പൊ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണ്ടായില്ല. അപ്പൊ മീൻ വെള്ളം തെറിക്കും കേട്ടോ. പിടിച്ചോ, നീ എന്നെ പിടിച്ചോ, തെറിക്കുണ്ടായി പറ്റുന്നത്. അപ്പൊ അങ്ങനെ അതുകൊണ്ട് ജോകുട്ടിന് അംഗനവാടി പോയി വന്നിട്ട് നമുക്ക് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, തുണിയൊക്കെ അകത്തിട്ടല്ലേ നമ്മൾ ഉണക്കണത്. നമുക്ക് ഈ സാധാരണക്കാര് ഈ 2 ബെഡ്റൂമും ഹോളും കിച്ചണും സാധാരണ ഒരു വീടാണ് നമ്മുടെ. അപ്പൊ അത് പുറത്തിട്ടൊക്കെ ഉണക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാറ്റില് ഭയങ്കര ചാറ്റലടിയാണ്. ഡ്രസ്സ് ഇടുന്നതൊക്കെ മുഴുവൻ നനയനെ. വീട്ടിലത്തെ ജനല പൊട്ടി വീണു. വീട്ടിലൊരു ജനല കാറ്റടിച്ചിട്ട് വീണു.
അവിടെയൊക്കെ വെള്ളം കയറിയിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെയൊക്കെ. പിന്നെ മുകളിൽ താമസിക്കാനുള്ളതുകൊണ്ട് അപ്പച്ചനും അമ്മച്ചി അനിയനും ഫാമിലിയൊക്കെ മുകളിലേക്ക് കയറിയേക്കാണ്. ഞങ്ങൾ അവിടെ ആയിരുന്നു 2 ദിവസം. ഞങ്ങൾ ഈ ആഴ്ച ശരിക്കും പോകാനിരുന്നതാണ്. പക്ഷെ മഴ കാരണം ഞങ്ങളുടെ വീട് വെഞ്ചിരിക്കും പള്ളിയിൽ നിന്ന് വന്നിട്ട് കൊല്ലം വീട് വെഞ്ചിരിക്കും. പക്ഷെ ഇത്തവണ വെഞ്ചിരിക്കാനായിട്ട് അതായത് ഇങ്ങനെ ബ്ലസ് ചെയ്യാൻ വേണ്ടി വരുമല്ലോ, വരാനിരുന്നതാണ്. പക്ഷെ മഴക്കെടുതി കാരണം യൂണിറ്റിലെ റോഡൊക്കെ മുങ്ങിക്കിടക്കണോണ്ട് യൂണിറ്റിലെ വെഞ്ചിരിപ്പ് നിർത്തിയല്ല മാറ്റി വെച്ചു. വേറൊരു ദിവസമായിരിക്കും. അപ്പൊ ആ ദിവസത്തെ ബ്ലോഗ് ഞാൻ ഇടാട്ടെ. അപ്പൊ ഞങ്ങൾക്ക് അവിടുത്തെ വീടൊക്കെ ശരിക്കും കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇന്ന് വൈകിട്ട് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ ഇന്ന് ചെമ്മീനും മാങ്ങയും കൂടി ചാറ് വെക്കണം. ചക്കക്കുരും ചെമ്മീനും കൂടി ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. കുറെ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ്. അപ്പൊ അത് ഉണ്ടാക്കണം. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ചക്ക ഇതാക്കിയല്ലോ. അപ്പൊ അതിന്റെ ചക്കക്കുരൊക്കെ കുറെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഇത്തിരി ചെമ്മീൻ മേടിച്ചിട്ട് വെക്കണം എന്ന്. വിശക്കണ്ട മണിയെ ചെറുതായിട്ട് തരാം. വയ്ക്കും അമ്മ ചെയ്തിട്ട് വരാം. നീ വെള്ളം തെറിക്കും. അപ്പൊ ബാക്ക് ടു സ്കൂൾ വീഡിയോ ജോക്കിട്ടും കൂടി. അപ്പൊ നമുക്കിപ്പോ അടുക്കളയിലെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. അങ്ങനെ അപ്പൊ ചെമ്മീനൊക്കെ കിഴിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ജോലികൾ അങ്ങനെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. വേറൊരു പാട്ടില്ലേ അമ്മേ? ഒരു പാട്ട് പറഞ്ഞേ. മഴയില്ലമ്മ. മഴ ഇപ്പൊ പെയ്ത് കഴിഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറയട്ടെ. മഴ പെയ്തു മാനം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണതീമാമ്പൾ ഒരു കൊച്ചു പങ്കിട്ട കാലം. എന്താണോട് ഒച്ചേക്കണെന്താ? ആ ഒരു കൊച്ചു പങ്കിട്ട കാലം മഴ. അപ്പോൾ എൻ്റെ ഗാനമേളയൊക്കെ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മഴയൊക്കെ ഒതുങ്ങിയപ്പോൾ പിന്നെ കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. അതിൻ്റെ കൂടെ ഇടയ്ക്ക് മഴയും പെയ്യും. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? മഴയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഫാമിലിയിൽ എത്ര പേര് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും പരസ്പരം ഒരു ഫാമിലിയിലെ പോലെ തന്നെയാണ് നമ്മുടെ കമൻസ് വരുമ്പോഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇല്ലേ. അപ്പോൾ നമുക്ക് പറയാം. അപ്പം നമുക്കത് പ്രാർത്ഥിക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാ ചക്കക്കുരുവൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു. നോട്ട്ബുക്സൊക്കെ കുറച്ച് മേടിച്ചിട്ടുള്ളൂ. മേടിക്കാനുണ്ട് ഇനി എന്തായാലും. ബാക്കിയുള്ളതൊക്കെ ഒരു ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചക്കക്കുരു നമുക്ക് ചട്ടിയിലിട്ട് വേവിച്ചെടുത്ത കുറേ നേരം ഗ്യാസ് കത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലിട്ട് ഒരൊറ്റ വിസിൽ വേവിച്ച്, ഒറ്റ വിസിൽ, ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെ വിസിലാവുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ട് ഓഫ് ചെയ്താൽ മതി. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. പിന്നെ കുക്കറിൽ ഒരു വിസിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഭയങ്കര മൂത്ത ചക്കയാണെങ്കിൽ അതിൻ്റെ കുരു വേഗം സമയം പിടിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് രണ്ടാമത്തെ വിസിൽ കേൾക്കണതിന് തൊട്ട് മുന്നേ അങ്ങോട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാമത്തെ വിസിൽ കേൾക്കണതിന് തൊട്ട് മുന്നെയാണ് ഓഫ് ചെയ്തത്. നമുക്കിതാ അപ്പോൾ അതവിടെ ഇരുന്ന് അതിൻ്റെ എയർ പോകട്ടെ. അപ്പോഴേക്കും നമുക്കിനി ചാറ് കറിക്കുള്ള കാര്യങ്ങൾ നോക്കാം. മാങ്ങയും നമ്മൾ മീൻകറി വെക്കണ പോലെ തന്നെയാണ്. അതിലിപ്പോൾ ചെറിയുള്ളിക്ക് പകരം സവാള എടുത്തു എന്ന് മാത്രം. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, സവാള, ഒരു കഷ്ണം ഇഞ്ചി, വേപ്പില, പിന്നെ നമ്മളുടെ ചെമ്മീൻ മാങ്ങി ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങ നമ്മൾ മുളകും മഞ്ഞളും കൂടി നന്നായിട്ട് നല്ല വടിയെ അരക്കണത് കല്ലിലല്ലേ, അല്ലെങ്കിൽ നല്ല പട്ട് പോലെ അല്ലെങ്കിൽ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ഇടാം. ചില സമയത്ത് എനിക്കിങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ തെറ്റിപ്പോട്ടോ. അപ്പോൾ എന്നോട് 1-2 പേര് പറയും വോയിസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയും. പക്ഷേ അറിയാണ്ട് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ സ്പീഡിൽ പറയണല്ലേ, അപ്പം അങ്ങനെ അങ്ങ് പറഞ്ഞ് തെറ്റിപ്പോണത്. അപ്പോൾ അതൊക്കെ ക്ഷമിക്കുക കേട്ടോ. എൻ്റെ പൊട്ടത്തരം
കഷ്ണങ്ങളായിട്ടൊക്കെ അങ്ങോട്ട് കരുതിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഇതാ ചക്കക്കുരും ചെമ്മീനും കൂടി നല്ലൊരു ഒരു മെഴുക്ക് വരട്ടി വെക്കാം. ഇതിലേക്ക് ഇതാ സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി കൊടുക്കുക. അത് അവിടെ ഇരുന്ന് ശരിയായി വരട്ടെ. നമ്മളിവിടെ കറിക്ക് ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പാണ് ഇപ്പം നമ്മൾ അതിലേക്ക് ഇട്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് വഴണ്ട് വരുമ്പോഴത്തേനും അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല, മഞ്ഞളും മുളകും മാത്രമേ ഉള്ളൂ. അതായത് മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ. ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയാണ് എടുത്തത്. അപ്പോൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഈ ചെമ്മീനിൽ ഇട്ടിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും നമ്മൾ അങ്ങനെ ഒഴിക്കണം എന്നില്ല, കാരണം ചെമ്മീനിൽ ഓൾറെഡി വെള്ളമുണ്ട്. പിന്നെ അടിക്ക് പിടിക്കുന്ന ചട്ടിയാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. ഓൾറെഡി ഈ ചെമ്മീനിലെ വെള്ളം ഇറങ്ങി വരുമ്പോൾ തന്നെ ആവശ്യത്തിലധികം വെള്ളം നമുക്കുണ്ടാകും. വേണമെങ്കിൽ ഒഴിക്കും. ഇവിടെ ഞാൻ ഒഴിച്ചില്ല, കാരണം അതിൽ നിന്ന് വെള്ളം എന്തായാലും നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോഴേക്കും അത് അവിടെ റെഡി ആവട്ടെ. നമ്മുടെ ഇവിടുത്തെ ചാറ് നല്ല അസലായിട്ട് കുറുകി വെന്ത് വന്നിട്ടുണ്ട്. നമ്മളത് ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ചാറിന് അപ്പാര ടേസ്റ്റാണ്. കൈയും കൂടി കടിക്കുമെന്ന് പറയും ചില കറികൾ, നമ്മൾ അതേപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഇനി അതിലേക്ക് ഇടുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ആ ചെമ്മീനിലെ വെള്ളം അത്ര അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ? അത്രയും വെള്ളമുണ്ട്. ആ ചെമ്മീൻ നല്ലതായിട്ട് ചുരുങ്ങും. കൂടുതൽ ചെമ്മീൻ വേവിച്ച റബ്ബർ പോലെ ഇപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് വെന്താൽ മതി നന്നായിട്ട്, കൂടുതൽ വേവിക്കരുത്. എന്നിട്ട് ചക്കക്കുരു അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആ ഗ്രേവിയിൽ കിടന്ന് ചക്കക്കുരുവിൽ ആ മസാലയൊക്കെ പിടിക്കട്ടെ. തണുത്ത് കഴിയുമ്പോൾ നല്ല വരട്ടിയ പോലെ. ലാലേട്ടൻ്റെ ഒരു പാട്ടില്ലേ, എണ്ണി ചക്കക്കുരു ചെമ്മീനിട്ട് വരട്ടി. എനിക്ക് എപ്പോഴും ഇത് വെക്കുമ്പോൾ എനിക്ക് ആ പാട്ട് ഓർമ്മ വരും. അപ്പോഴേക്കും നമുക്കിവിടെ ചാറ് അടിപൊളിയായിട്ടുണ്ട്. നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടു, എനിക്ക് കുറച്ച് കളറിൽ കാണണം. അപ്പോൾ ഞാൻ ഇട്ടില്ലെങ്കിലും കാശ്മീരി ചില്ലി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വെറുതെ നമ്മൾ സാധാരണ ഉള്ളിയും വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കാച്ചിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കറികൾ രണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈച്ചയെ ഓടിക്കാനുള്ള ടിപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. നമുക്കിപ്പോൾ മാങ്ങ ചക്കയുടെയൊക്കെ സീസണാണ്. ഒത്തിരി ഈച്ച ശല്യം എല്ലായിടത്തും ഉണ്ട്. അപ്പം ഞാൻ ഫിനോയിലും അതും ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നീമയിലൊക്കെ കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുമ്പോൾ കുറേ നേരത്തേക്ക് പോയി കിട്ടും, പിന്നെ വരും. അപ്പോൾ ജോക്കുട്ടൻ അങ്ങനെ വേണമെന്ന് വന്ന് ചായ കുടിക്കാൻ ഞാൻ ഒന്നും ഉണ്ടാക്കിയില്ല. ഞാൻ കടയിൽ നിന്ന് നമ്മുടെ പക്കാവട ഇല്ലേ, അത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈച്ചയെ കൊല്ലാൻ വേണ്ടി, പിടിക്കാൻ വേണ്ടി ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ്. ഇതിപ്പോൾ ഈച്ചപ്പശിയില്ലേ, എന്താ ഇതിനെ പറയുന്നത്, ഫ്ലൈ ഗ്ലൂ ഷീറ്റോ അങ്ങനെയാണ് ഇതിൻ്റെ പറയുന്നത്. 15 രൂപയുള്ളൂ. നല്ല സൂപ്പർ സാധനമാണ്. ഇതിങ്ങനെ ഒരു പുസ്തകം പോലെ ഒട്ടിയിരിക്കും. നമ്മളിങ്ങനെ നടുവലിച്ച് തുറന്നിട്ട് വെച്ച് കൊടുക്കുക. ഈച്ച ഒന്ന് അതിൽ പിടിക്കും. ഈ സാധനം കൊണ്ട് കത്തിച്ച് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ ഈച്ചനെ പിടിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പണി. അപ്പം നമുക്കിനി ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇനി വോയിസ് ഇല്ല, ഞാൻ വോയിസ് കൊടുക്കുന്നില്ല, നമുക്ക് ഓൺ വോയിസിൽ കേൾക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അടുക്കളയിൽ നിന്നും. നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാൻ പോണേ. എന്താ ഇവിടെ പരിപാടി? ബാക്ക് ടു സ്കൂൾ വീഡിയോ. ഞാനില്ലാണ്ട് എന്റെ ചാനലിൽ വീഡിയോയോ? എന്നെ കൂട്ടാണ്ടോ? കൂടെയാണോ? അപ്പോ നമുക്ക് ഇന്ന് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്യാത്ത. കുലുക്കല്ലേ പൊന്ന, ഷോപ്പിങ്ങിന്റെ വീഡിയോ ചെയ്യാം. കുലുക്കല്ലേ ക്ലാസ് ഒന്നത് നമുക്ക് മൈക്ക കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അത് റോഡ് സൈഡും കലപില ആയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കിട്ടൂല. നമ്മൾ പറയണതൊക്കെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കേൾക്കണ്ടേ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാഗ് എടുക്കും. ഫസ്റ്റ് ബാഗ് ജോക്കൂട്ടന്, ഇതാണ് ജോക്കൂട്ടന്റെ ബാഗ്. ഇതിപ്പോ പൈസ ഒക്കെ ചെയ്തിട്ടുണ്ട്. പൈസ ഒക്കെ പറയണോ? അതിന്റെ ആവശ്യമില്ലല്ലോ. അതാണ് സ്പൈഡർമാന്റെ ബാഗാണ് മേടിച്ചിട്ടുള്ളത്. അതില് സ്പൈഡർമാൻ ഉണ്ട്. പക്ഷെ അവിടെ ഇരിക്കട്ടാ. അപ്പൊ ഇതിനകത്ത് 2 വലിയ കള്ളിയാണുള്ളത്. പിന്നെ ചെറിയ നമ്മുടെ ലഞ്ച് ബോക്സ് ഒക്കെ വെക്കുന്നത്, പിന്നെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കുന്നത് ഒരു സാധാരണ ടൈപ്പ് ബാഗാണ്. ഈ 3D ടൈപ്പ് ഒക്കെ വേണമെന്ന് വെച്ചാൽ പക്ഷെ ഞങ്ങൾ അതൊന്നും മേടിച്ചില്ല. കാരണം 3D ടൈപ്പ് ഒക്കെ ഒത്തിരി നാളും നിൽക്കില്ല, മോശം വന്ന് പോകും. അപ്പോൾ 2 ബാഗും അന്നയുടെ ബാഗ് എടുക്കും. അന്നയ്ക്ക് എന്തിന്റെ ബാഗാണ് പറയും? യൂണിക്കോണിന്റെ ബാഗാണ് മേടിച്ചേക്കുന്നത്. ഒരു കളറിംഗ് ബുക്ക്, ഒരു നെയിം സ്ലിപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ
അപ്പൊ അയ്യ തുറക്കണം, സ്കൂളിൽ പോകുമ്പോ വേണം. ഇതാണ് ഇതിന്റെ കൂടെ നമുക്കൊരു കളറിംഗ് ബുക്കും കണ്ടോ, ഒരു നെയിം പയ്യെ ഒരു നെയിം സ്ലിപ്പും ഉണ്ട്. കളറിംഗ് ബുക്കും ഉണ്ട്, നെയിം സ്ലിപ്പ് രണ്ടിലും ഉണ്ട് കേട്ടാ. പിന്നെ നമ്മുടെ നെയിംസ് ഇതാ ബാഗിൽ തന്നെ കേട്ടോ. നമ്മളപ്പോ തിരിച്ച് ബാഗിൽ തന്നെ ഇടാൻ പോവുകയാണ്. അതൊക്കെ കാണിക്കാം, ഒരേന്ന് കാണിക്കാണെങ്കിൽ നമ്മളെ പറ്റി അവരെന്ത് വിചാരിക്കും, നമ്മള് ബഹുളികളാണെന്ന് വിചാരിക്കും. അപ്പൊ എന്റെ ബാഗിൽ അത്ര കളി തന്നെ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ എന്റെ ബാഗ് ഞാൻ എന്റെ മടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതേ ഒരു ലഞ്ച് ബാഗ് എന്നൊക്കെ വേണ്ട, എന്നൊക്കെ നാണം ഉണ്ടെന്ന്. 5ാം ക്ലാസ്സിലായതുകൊണ്ട് കുട്ടിക്ക് നാണം വന്നു. എനിക്ക് ലഞ്ച് ബാഗ് ഒന്നും എനിക്ക് വയ്യ, കൈയൊക്കെ പിടിച്ചോണ്ട് കൊണ്ടോ പറഞ്ഞോണ്ടല്ലടാ. എന്റെ സാധനം ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്ന് എന്തോ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ എനിക്കൊന്നും പറയാൻ അവസരം കിട്ടൂല കേട്ടാ. ഇത് തന്നെ മാർവലാണ് കേട്ടോ, മാർവൽ. ഇതിനകത്ത് എല്ലാ ഇവരുടെ ടീമിൽ പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്. സ്പൈഡർമാൻ അടിച്ചില്ല ബാഗ്. സ്പൈഡർമാൻ ഇല്ല, ഹൾക്ക് ഉണ്ട്, ഡോട്ടർ മറ്റേ സാധനമില്ല, തോർ ഉണ്ട്, ഹൾക്ക് ഉണ്ട്, അയൺമാൻ ഉണ്ട്, എല്ലാരും ഉണ്ട്. ഇവരൊക്കെ ആരുണ്ടായിട്ടും കാര്യം ഇതിനകത്ത് ചോറ് വെക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പൊ സ്പൈഡർമാൻ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലേ? ഇല്ലേ? എടാ ഇത് സ്പൈഡർമാൻ അല്ലേടാ, അത് അയൺമാനാ. ഇതിലും സ്പൈഡർമാൻ ഇല്ലട്ടാ. ഇതിപ്പോ പിള്ളേർക്ക് എന്റെയൊക്കെ സമയത്ത് ഒരു മാനുവൽ ആകപ്പാട് എന്തുള്ളത് മിക്കി മൗസാ, മിക്കി മൗസാ എന്തോ. ഇതിലുള്ള ആൾക്കാരൊക്കെ തന്നെ ഇതിലുണ്ട്. പക്ഷെ ഇതിലെ പോലെ തന്നെ ഇതില് വെള്ളം നിറക്കണെങ്കിലും ഇതില് ചോറ് നിറക്കണെങ്കിലും സ്പൈഡർമാനും പോലെ ഹൾക്കും പോലെ നിന്റെ അമ്മ തന്നെ വന്ന. ആര് വന്ന? യെസ്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലഞ്ച് ബോക്സ്, ഇതാണ് ഞങ്ങളുടെ. ഇതേപോലെ തന്നെയാണ് ഇവരിലും. അതെ, അങ്ങനെയാണ് കൊച്ചിന്റെ ബാഗിൽ നിക്കണേട്ടാ. അന്നമോളുടെ വാട്ടർ ബോട്ടിൽ എടുത്ത്, അന്നമോളുടെ വലിയ ഡിസൈൻ ഒന്നുമില്ല, അവൾക്ക് ഡിസൈൻസ് ഒന്നും വേണ്ട. അടുത്ത മഴക്കാരൊക്കെ ഉണ്ട് കേട്ടാ. നിനക്ക് വാട്ടർ ബോട്ടിലാണ്. ഇതിന്റെ അകത്ത് സ്ട്രോ ഒക്കെ ഉണ്ട്. സ്ട്രോ തുറക്കണ്ട, മക്കളെ കാണിച്ചല്ലോ. കൊച്ചിന്റെ സ്ട്രോ കാണിച്ചില്ല, കൊച്ചിന്റെ സ്ട്രോ ഒന്ന് കാണിക്കട്ടെ. സ്ട്രോ ഉണ്ട്, ഞങ്ങൾക്ക് സ്ട്രോ ഉണ്ട്. അത് ഊരാൻ പറ്റാത്ത സ്ട്രോ ആണ്. ഇന്നത്തെ പിന്നെ അവരിത് മെറ്റൽ ആയതുകൊണ്ട് മറ്റേ സിലിക്കയുടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. 2 പേർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് സ്കൂളിൽ പോണെങ്കിൽ തലേ ദിവസം ചൂടുവെള്ളത്തിലിട്ട് കഴുകണം. അത് മെറ്റലാണല്ലോ അതിന്റെ ഉള്ളില്. കൂടുതൽ ആധികാരികമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പാടില്ല, മനസ്സിലാക്കണ്ട. ഇതൊക്കെയാണെന്ന് അങ്ങനെ അറിയാം. അത് ഓരോ കടുത്ത് വെക്കട്ടെ. ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടില്, ബോക്സ്. ഇതിപ്പോ ഇനി അടുത്തത് കൊട കാണിക്കാം. ഇതാണ് രണ്ടുപേരുടെയും കൊട. അപ്പൊ ധൃതി വയ്ക്കല്ലേ. ഇതൊക്കെ ഈ കൊട പുതിയതാണെങ്കിലും ജോക്കുട്ടൻ ഇപ്പൊ മഴ കാരണം അംഗനവാടി പോകുമ്പോ അവൻ ഈ കൊടയും കൊണ്ടാണ് അവൻ പോണത്. പിന്നെ ഞാൻ ഓർത്ത് എന്തിനാണ് പുതിയ, നമ്മൾ എന്തായാലും ഉപയോഗിക്കാറാണ് മേടിച്ചേക്കണം, കൊച്ചുങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഓർത്തപ്പോ ഇത് സാധാരണ. ഇത് ഞങ്ങൾ സ്പൈഡർമാന്റെ ആണ് ഗൈസ്. കാണിച്ചു കണ്ണപ്പറ്റ എന്റെ ദൈവമേ, ഇപ്പൊ സ്പൈഡർമാൻ പോണല്ലോ ഞങ്ങള് പോയനല്ലടാ. ഇതാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ. ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ. അയ്യോ വലിക്കില്ലേ, കമ്പ്യൂട്ടർ ഉണ്ടാവും ഇതൊക്കെ. ഇനി അന്നയുടെ കൊടയാണ്. അത് ആ കൊടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കടയിൽ മേടിച്ചപ്പോ ആ ആള് പറഞ്ഞെന്താന്നോ, ഈ ചെറുക്കന് ഇതൊരു തരത്തില് സമ്മതിക്കൂല കേട്ടോ. അതൊരു മയപ്പെട അപ്പൊ കുട്ട പയ്യ സാവധാനം. അപ്പം പറഞ്ഞില്ലേ ഭയങ്കര ക്ഷമ വേണം കുഞ്ഞ്, നമുക്ക് ക്ഷമ. ഈ കൊടയില് എന്താണ് മഴവെള്ളം വരുമ്പോ കളറ് വരൂന്നാണ് പറഞ്ഞത്. വെള്ളം വീണ കളറ് മാറും എന്നാണ് പറഞ്ഞേക്കണത്. ഇതിന്റെ ഈ യൂണിക്കോണിന്റെ ഇവിടെയൊക്കെ വെള്ളം വീണ
കളർ മാറുന്നതാണ് പറഞ്ഞത്. അടിപൊളിയാണോ? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിന്റെ കൂട്ടത്തിൽ സ്പൈഡർമാൻ്റെ നമ്മുടെ ബോക്സ് ആണ്. ഫസ്റ്റ് ഞാൻ കാണിക്കും. അതും യൂണിക്കോണിന്റെ ആണ്. എന്റെ ഏകദേശം യൂണിക്കോണിന്റെ ആണ്. അന്നയുടെ ഓൾമോസ്റ്റ് യൂണിക്കോൺ ആൻഡ് പിങ്ക് കളറ് പീച്ച് കളറൊക്കെയാണ്. യൂണിക്കോൺ ഇതില് 2 കള്ളിയുണ്ട്. ഫസ്റ്റത്തെ കള്ളി തുറക്കുമ്പോൾ കാലിയാണ്, ഒന്നും വെച്ചിട്ടില്ല. ഒന്നും വെച്ചിട്ടില്ല. ഇതിപ്പോ ഒരുമാതിരി അലമ്പ് ബാക്ക് ടു സ്കൂൾ വീഡിയോയിൽ പോകും. ജോക്കുട്ടൻ അടങ്ങിയിരിക്കണം കേട്ടോ. രണ്ടാമത്തെ തുറക്കുമ്പോ ഒരു സ്പോഞ്ച് പോലത്തെ ഒരു സാധനമുണ്ട്. രണ്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഒരു വലിയ അടങ്ങിയിരുന്നോ മാഷ എനിക്ക് പറഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലൊരു സ്പോഞ്ച് ഇട്ടാ. അതിന്റെ ഉള്ളില് അതൊരു വലിയ ഒരു കള്ളിയാണ്. പിന്നെ ഉള്ളിൽ നമുക്ക് പെൻസില്, സ്കെയില്. ഇന്നൊരു ഞങ്ങൾ എല്ലാ ദിവസം മാനിക്കണം. സ്കെയിലും എന്താണ് പെൻസിലും എല്ലാം നമ്മളിന്ന് വാങ്ങിച്ചേക്കണം അല്ലേ? സൈഡിൽ ചെറിയ ഒരു കള്ളിയുണ്ട്. ഈ കള്ളിയിൽ എന്താ പറയണേ? ഇതാണ് ജോക്കുട്ടന്റെ ബോക്സ്. ഇങ്ങനെ 2 അപ്പുറവും ഇപ്പുറവും തുറക്കാം. നമ്മുടെ ഡബിൾ ട്രക്കർ ഇല്ലേ, ബസ്, അതുപോലെ. ഇവിടെ നിന്ന് അടിയിൽ നിന്ന് കയറാം, വെളിയിൽ നിന്ന് കയറാം. ഇത് എനിക്കുണ്ടായിരുന്നു യൂണിക്കോണിന്റെ പിങ്ക്. ഇവിടെ എന്ത് പിടിച്ചാലും തരൂലെന്നാണ് ആദ്യം പറയണത്. അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനി അടുത്തത് സ്കെയിൽ വയ്ക്കാം, റബ്ബർ വയ്ക്കാം, കട്ടർ വയ്ക്കാം. ഇവിടെ പെൻസിലോ പേനയില്ല, അവൻ ചെറുതായതുകൊണ്ട് പെൻസിലായിരിക്കും ഒക്കെ വെക്കാം. അതൊക്കെ എടുത്ത് വെക്കാം. കവർ ചെയ്യാനൊക്കെയുള്ള പേപ്പർ എടുത്തപ്പോ ഇത് കണ്ടോ, എന്ത് വെറൈറ്റി ആണല്ലോ. ഇത് കണ്ടോ, പല കളറിലെ നല്ല ഭംഗി. ഞാനിപ്പോ വേറൊരു റോളർ, സാധാരണ നമ്മുടെ ബ്രൗൺ പേപ്പർ ഇല്ലേ, സാധാരണ ബുക്ക് പൊതിയണ ബുക്ക് കവർ ചെയ്യണ ഒരു പേപ്പറാണ്. അറിയില്ല, ഇത് 2 മീറ്റർ ഉണ്ടാവുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. കീറി എടുത്തിട്ട് പൊന്നെ നമുക്ക് ബുക്ക് കവർ ചെയ്യുന്ന സമയത്ത് എടുക്കാം. സോറി ഗൈസ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്, അടി ബഹളം. അപ്പൊ ഇതാ പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. റെഡ് പോലത്തെ ഒരു പീച്ച്, അത് ലൈറ്റ് കളർ ആയതുകൊണ്ടാണ് നമുക്ക് പീച്ച് പോലെ തോന്നുന്നത്. പിന്നെ അടുത്ത നമ്മള് ലഞ്ച് ബോക്സ് ആണ്. നമുക്ക് ആദ്യം ജോക്കുട്ടന്റെ ലഞ്ച് ബോക്സ് കാണാം. ഇതാണ് ജോക്കുട്ടന്റെ ലഞ്ച് ബോക്സ്. ഇങ്ങനെ നാല് സൈഡും ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണ പോലെ ഇങ്ങനെ ടക്ക് ടക്ക് ആ സാധനമില്ലേ, അതാണ്. നമ്മുടെ വീട് റോഡ് സൈഡ് ആയതുകൊണ്ടേ ഭയങ്കര സൗണ്ട്. പിന്നെ തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പും ഉണ്ട്. അപ്പൊ അതിന്റെ നല്ല സൗണ്ട് നമ്മുടെ വീഡിയോയിലൊക്കെ ഉണ്ടാവും. ജനൽ തുറന്നിട്ടേക്ക തുറക്കാൻ പറ്റണ്ട, തോറ്റ സ്പൂണല്ല, സ്പൂൺ പറഞ്ഞേ. സ്പൂൺ സ്പൂൺ കൂണല്ലടാ, സ്പൂൺ സ്പൂൺ തന്നെ. ഇത് അതിൽ തന്നെ കറി വെക്കാനുള്ള ഒരു എന്താ പറയാ, സ്റ്റീലിന്റെ ഒരു കണ്ടെയ്നറും ഉണ്ട്. കൊള്ളാട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അമ്മയൊക്കെ പഠിക്കുന്ന സമയത്തേ സ്റ്റീലിന്റെ വട്ടപാത്രമാണ്, അതിന്റെ ഉള്ളിൽ വെക്കൂ. അതൊക്കെ എല്ലാം പഞ്ചസാര അല്ല, അത് പഞ്ചസാര. ഇത് മെറ്റലല്ലേ മോനെ, അപ്പൊ അതില് ഒന്നും കെമിക്കൽ റിയാക്ഷൻ നടക്കാണ്ടിരിക്കാൻ അങ്ങനെ എന്തോ ഇടുന്നതാണ്. അതിന്റെ അപ്പൊ അതിങ്ങനെ, ഇതൊരു ഫൈബർ പോലെയാണ്. ഇതിന്റെ ഉള്ളില് സ്റ്റീലാണ്. ഉള്ളിൽ തന്നെ വേറെ കറി വെക്കാനുള്ള ഒരു പാത്രം കൂടി വേറെ ഉണ്ട്. കൂട്ടിന് സ്നാക്സ് ബോക്സ് മേടിച്ചിട്ടുണ്ട്. അത് ഒരു സാധാരണ സ്നാക്സ് ബോക്സ് ആണ്. ഒരു പർപ്പിൾ കളർ, പർപ്പിൾ ആണോ തോന്നുന്നു, ഇതെന്ത് കളറാ, ഇതൊരു ലാവെൻഡർ കളറില് ഒരു സ്നാക്സ് ബോക്സ് ആണ്. അപ്പൊ ഇതിങ്ങനെ ഇട്ടിട്ട് വെക്കണം കേട്ടാ. ഇതൊക്കെ അമ്മ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി തരാം, അല്ലാണ്ട് ഇതൊന്നും ഇട്ടിട്ട് വൈകിട്ട് വെക്കരുത്. അപ്പൊ അതാണ് ജോക്കുട്ടന്റെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും. ഇനി ഇത് അന്നയുടെ ആണ്. അന്നയുടെ ഇച്ചിരി നല്ല കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് നമുക്ക് ചൂടുള്ള പുറത്ത് വെക്കാം. അത് ഇതേപോലെ തന്നെ 2 സൈഡും ഇതിങ്ങനെ ഒരു സാധനമൊക്കെയാണ്. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ ഒരു സാധനം കൊണ്ടുപോയി എന്താ മാതിരി ഉണ്ട്. നമുക്ക് ഇങ്ങനെ തുറക്കാം.
ഇവിടേക്ക് ഇങ്ങനെ റബ്ബറിന്റെ ഒരു ബുഷൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ടൈറ്റ് ആയിട്ട് ഇരിക്കും. അതിനുള്ളിൽ സ്റ്റീലാണ്. ഇതേ മഴ നല്ലതാണ്. ഇതിന്റെ വില 350 രൂപയാണ്. നമ്മള് എന്തായാലും സ്റ്റീലിന്റെ ഉപയോഗിക്കാം. അപ്പൊ അന്നയ്ക്ക് ഇതിന്റെ കൂടെ കറി വെക്കണ പാത്രമൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് പകരം ഞങ്ങൾ 2 സ്റ്റീലിന്റെ ബുള്ളറ്റ് സ്റ്റീലിന്റെ അവിടെ വെക്കുമ്പോ അത് കാണിക്കാം. ഇത് കാണിച്ചിട്ട് നമുക്ക് അത് കാണിക്കാം. ഇത് സ്റ്റീലിന്റെ കറി വെക്കണ കറിപ്പാത്രം ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. അപ്പേക്ക് ഇങ്ങനെ സ്കൂളിൽ പഠിക്കണ്ടേ സ്കൂളിൽ വണ്ടിക്കാരി സ്കൂളിൽ പഠിക്കുമ്പോ തുറക്കാൻ പറ്റാണ്ട് അവങ്ങനെ അടിക്കും. അപ്പൊ പല്ലിങ്ങനെ പുളിക്കും. എന്നിട്ട് ചെറുതായിരുന്ന സമയത്ത് ടീച്ചർമാരുടെ അടുത്തോട്ട് കൊടുക്കുമ്പോ അവര് തുറന്നു തരും. സ്റ്റാഫ് കിട്ടുള്ള ടീച്ചറെ കറി സാമ്പാറാണ് ടീച്ചറെ തുറക്കാൻ പറ്റുള്ള ടീച്ചറെ എന്ന് പറയും. ടീച്ചറെ തുറന്നു തരും. അയ്യോ ഇപ്പോഴും ഓർക്കണ്ട എന്നെ പഠിപ്പിച്ച ഫെലീഷ്യ എന്ന് പറഞ്ഞ ടീച്ചറിന്റെ അടുത്ത് ഇതേപോലെ തക്കാളി വാട്ടിയതായിരുന്നു. അപ്പൊ അതിങ്ങനെ ഭയങ്കര ടൈറ്റ് ആണ് ആ കണ്ടെയ്നർ. അപ്പൊ അതിന്റെ കൂടെ അമ്മ നല്ല അമർത്തി ഇങ്ങനെ മൂടിയിട്ടുണ്ട്. കൊട്ടല്ലേ പോലെ പറയട്ടെ. എന്നിട്ട് തുറക്കാൻ പറ്റാണ്ടായപ്പോ ഞാൻ ടീച്ചർ അങ്ങനെ തുറന്നതും ടീച്ചറിന്റെ ഒരു പെയിൽ ഗ്രീൻ കളറിലൊരു സാരി ആയിരുന്നു. ആ പിസ്ത ഗ്രീൻ അങ്ങനെ എന്തൊരു ലൈറ്റ് ഗ്രീൻ കളർ ഒരു പച്ച പോലത്തെ ദൈവമേ സാരി ആയിരുന്നു. ടീച്ചറിന്റെ സാരിയിലേക്ക് വീണു. എന്നിട്ട് ടീച്ചറിനെ എപ്പോഴും പറയും നിന്റെ കറിയാണ് എന്റെ സാരിയുമേ കളറാക്കിയത്. എപ്പോഴും പറയുമായിരുന്നു. ടീച്ചർ എന്നെ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു പഠിക്കണ സമയത്ത്. നമ്മളിതൊക്കെ മേടിക്കുമ്പോ അമ്മ ഓർത്തില്ല. അന്ന് അമ്മയ്ക്ക് ഇത്ര ബുദ്ധിയില്ലല്ല. അമ്മ കുഞ്ഞല്ലേ. അപ്പൊ കൽപ്പാത്രത്തിൽ 2 കൂടാണ്ട് ഇങ്ങനത്തെ 2 ഫൈബറിന്റെ കൽപ്പാത്രം. ഫൈബറാണോ പ്ലാസ്റ്റിക് ആണോ എന്തോ ഇതിന്റെ മേടിച്ചിട്ടുണ്ട്. നല്ലതാണ്, ക്വാളിറ്റി ഉള്ളതാണ്. ഇത് 120 രൂപയാണ് 2 എണ്ണത്തിന്. അപ്പൊ ഒരെണ്ണത്തിന് 60 രൂപ കേട്ടോ. നല്ല സാധനമാണ്, നല്ലതാണ്. നമുക്കിത് പിടിക്കുമ്പോഴും യൂസ് ചെയ്യുമ്പോഴൊക്കെ അറിയാം. പിന്നെ അടുത്തത് മേടിച്ചതാ ഒരു അപ്പൂര് റെയിൻകോട്ട്. അന്നയ്ക്ക് റെയിൻകോട്ട് വേണ്ട, ഉടുക്കാൻ കുറെ നേരം വേണം. അത് ഞങ്ങൾ സ്പൈഡർമാനാണ് ഗൈസ്. അപ്പൊ അവനതൊന്ന് ഇട്ട് നോക്കണം. അപ്പൊ ഞങ്ങളിതാ ഒന്നിട്ട് നോക്കാണ്. അവനത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, സ്പൈഡർമാൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടി കൊടയൊക്കെ വെച്ചിട്ട് നോക്കുകയാണ്. നമുക്ക് അവരുടെ സന്തോഷമല്ലേ, പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ കുട്ടികൾ എന്ത് എക്സൈറ്റഡ് ആണ്. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു, ഹസ്ബൻഡും പറയായിരുന്നു, ഹസ്ബൻഡും അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പൊ അതാ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങള് സ്കൂളിൽ പോകും. കൊച്ചിന്റെ സ്പൈഡർമാന്റെ കൂടെ പഠിക്കോ ബാഗ് ഇട്ടിട്ട് ഞങ്ങള് നോക്കട്ടെ, നീ പിടിക്കട്ടെ, കാണിക്കട്ടെ. ഇട്ടിട്ട് ഞങ്ങൾ പൊക്കി പിടിക്കും. നോക്കൂട്ടാ, പൊക്കി പിടിക്കട്ടെ. ഞാൻ പൊക്കി ഇത്ര ഹൈറ്റിൽ പിടിക്കും. ഇതൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങള് എവിടെ പോണത്? ഞങ്ങള് സ്കൂളില് പോകാൻ പോണത്. ഞാൻ പറയാം ഞങ്ങളുടെ ബാഗ് ഇട്ടിട്ട് ഇപ്പൊ നമ്മള് നമ്മുടെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒക്കെ കാണിച്ചല്ലേ. പിന്നെ മേടിച്ചേക്കുന്നത് നമ്മുടെ സാധാരണ റബ്ബർ, സ്കെയില്, അതേപോലെ പിന്നെ കുറച്ച് ഭംഗിയുള്ള റബ്ബറുകൾ, ഇങ്ങനെയുള്ള ഈ ഡിസൈൻ പോലുള്ള യൂണിക്കോൺ ഒക്കെ തന്നെ കാറ്, പിന്നെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടുന്ന റബ്ബർ, പിന്നെ ഒരു ദിനോസർ അപ്പൊ അതൊക്കെയാണ്. അതൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കൊടുക്കാൻ നോക്കട്ടെ കണ്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ മോൾക്ക് അറിയണേ പോട്ടപ്പാ ആട്ടെ. അത് വിട്ട് കളിപ്പാട്ടം മേടിക്കാം. സെറ്റ് അപ്പൊ മേടിച്ചു തരാം. ഏട്ടാ പറഞ്ഞേ ഞങ്ങളുടെ ചാനല് അങ്ങോട്ട് പറ. ചാനൽ ഒന്നും ചെയ്യണ്ട, അവരോട് പറയ്. വണ്ടിയുടെ ഒച്ച ഭയങ്കരമാണ്. ഈ വൈകുന്നേരത്തെ നേരം ഷൂട്ട് ചെയ്യണോണ്ടേ, ജോലി കഴിഞ്ഞ ആൾക്കാരൊക്കെ പോകുമ്പോ സൗണ്ട്. അവർ 2 സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. അപ്പൊ പറയും ഞങ്ങളുടെ ചാനല് പറയും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. എന്ത് ചെയ്യണം? ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയും. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. കൊച്ചിനറിയാം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളെ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അറിയത്തുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഭയങ്കര ആധികാരികമായിട്ട് കാണിച്ചമ്മ
പെൻസിൽ സ്കെയിലൊക്കെ സാധാരണ പോലെ തന്നെ. സ്കെയിൽ സ്റ്റീലിന്റെ ആണ്, നല്ല മെറ്റീരിയൽ, പ്ലാസ്റ്റിക്കിന്റെ അല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് ടു സ്കൂൾ വീഡിയോ. ഞങ്ങൾ എന്താണോ അതേ കാണിച്ചിട്ടുള്ളൂ, കൂടുതലൊന്നും അഭിനയിച്ച് കാണിച്ചിട്ടില്ല. ഞാനും മക്കളും കൂടി ഇരിക്കുമ്പോഴുള്ള കൊച്ചു കൊച്ചു വർത്താനങ്ങളും സംസാരങ്ങളും തമാശകളും എന്താണോ അത് അങ്ങനെ തന്നെയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്